നമസ്കാരം. ഇന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു വലിയ രഹസ്യത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. വളരെ വലുതും പിന്നെ അതിസൂക്ഷ്മവുമായ കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം മനസ്സിലാക്കി അന്തിമമായ സത്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ തത്വചിന്തയെ അധിഷ്ഠാനമാക്കിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ശരി, നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നമ്മൾ അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ചെറിയൊരിടത്താണ് ഒളിപ്പിച്ചിരിക്കുന്നതെങ്കിലോ? അപ്പോ ആ ചെറിയ രഹസ്യത്തിലേക്ക് എത്തുന്നതിനു മുൻപ് നമുക്ക് നേരെ തിരിച്ചൊന്ന് ചിന്തിക്കാം, നമ്മുടെ എല്ലാം സങ്കല്പങ്ങൾക്കപ്പുറത്തുള്ള ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച്. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നമ്മുടെ ഈ ഭൂമി, അതിലെ വലിയ പർവ്വതങ്ങളും ആഴക്കടലുകളും എല്ലാം ചേർന്ന് വെറും ഒരു തലമുടിയിഴയുടെ അറ്റം പോലെ ചെറുതാവുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അതേ അളവുകോലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭീമാകാരനായ സൂര്യൻ എന്തായി മാറുമെന്നറിയോ? വെറുമൊരു കടലമണിയുടെ വലുപ്പത്തിലേക്ക് ചുരുങ്ങും. ഇനി അന്താരസ് പോലെയുള്ള ഒരു ഭീമൻ നക്ഷത്രമെടുത്താലോ? അത് ഒരു വലിയ പാത്രം പോലെ തോന്നും. അപ്പോ ഒന്നാലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചം എത്രത്തോളം വലുതാണെന്ന്, അല്ലേ? അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ, ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ രൂപം നമ്മുടെയൊക്കെ പരിമിതമായ ബുദ്ധികൊണ്ട് അളക്കാനോ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനോ പറ്റുന്നതിലും എത്രയോ അപ്പുറത്താണ്. ശരി, വലിപ്പത്തിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് വരാം, വേഗത. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ വേഗത എവിടെയായിരിക്കും കാണാൻ പറ്റുക? നിങ്ങളെന്താ കരുതുന്നത്? ഉത്തരം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കില്ല. അത് നമ്മളെ ഈ വലിയ ലോകത്തുനിന്ന് നേരെ കുഞ്ഞന്മാരുടെ ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്, അത്ഭുതങ്ങളുടെ ലോകത്തേക്ക്. ഇതൊരു അടിസ്ഥാന തത്വമാണ്. ഒരു വസ്തു എത്രത്തോളം ചെറുതാവുന്നോ അതിന്റെ വേഗത കൂടാനുള്ള സാധ്യതയും അത്രത്തോളം കൂടും. ഇതിനൊരുദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഒരു കുഞ്ഞൻ ബാക്ടീരിയയ്ക്ക് അതിന്റെ കഴിവുവെച്ച് കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ഈ ഭൂമിയെ മുഴുവനൊന്ന് കറങ്ങിവരാൻ പറ്റും. അവിശ്വസനീയമായ വേഗതയാണത്. അപ്പോ ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം വരുന്നത്. ഈ കുഞ്ഞു ലോകം നമ്മൾ ആദ്യം കണ്ട ആ വലിയ ലോകത്തിന്റെ ഒരു മിനിയേച്ചർ കോപ്പിയാണ്. ഒരേ നിയമമാണ് രണ്ടിടത്തും. നമ്മുടെ പുരാതനമായ ജ്ഞാനത്തില് ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അണോരണീയാൻ മഹതോ മഹിയാൻ, അതായത് ചെറുതിലും ചെറുതും വലുതിലും വലുതും ഒന്ന് തന്നെയാണ്. ദാ ഇത് നോക്കൂ, ഇത് ആ ബന്ധം ശരിക്കും നമുക്ക് കാണിച്ചു തരും. ഒരു അണുവിനെ കണ്ടാൽ ഒരു സൗരയൂഥം പോലെ ഉണ്ടല്ലേ? നടുക്ക് ന്യൂക്ലിയസ്, സൂര്യനെപ്പോലെ. അതിനു ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾ, ഗ്രഹങ്ങളെപ്പോലെ. ചുരുക്കി പറഞ്ഞാൽ ആ വലിയ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതിന്റെയെല്ലാം ഒരു കുഞ്ഞു രൂപം ഈ അണുവിനുള്ളിലുമുണ്ട്. ഈ നിയമം വെറും പുറത്തുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഇത് നമ്മക്കും ബാധകമാണ്. നമ്മുടെ ശരീരം തന്നെ ഒരു കുഞ്ഞു പ്രപഞ്ചമാണ്. അതിനുള്ളിലെ ശക്തികളെ നമുക്കുപയോഗിക്കാൻ സാധിക്കും. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു വഴിയാണ് സാധന എന്ന് പറയുന്നത്. അതായത് ധ്യാനം, ആത്മനിയന്ത്രണം പോലെയുള്ള ആത്മീയ പരിശീലനങ്ങൾ. ഈ സാധനയുടെ ശക്തി എന്താണെന്നറിയോ? സാധാരണ ചികിത്സകൾക്കൊന്നും എത്താൻ പറ്റാത്തത്ര ആഴത്തിൽ നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കാൻ ഇതിനു പറ്റും. ഹോർമോണുകളെയൊക്കെ നിയന്ത്രിക്കാനും ബാലൻസ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരു മനുഷ്യന് അസാധാരണമായ കഴിവുകൾ വരെ കൈവരിക്കാൻ കഴിഞ്ഞേക്കും. അപ്പോ വലുതിൽ നിന്ന് തുടങ്ങി ചെറുതിലൂടെ നമ്മളിലേക്ക് തന്നെ എത്തിയ ഈ യാത്ര, ഇത് നമ്മളെ ഏത് സത്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്? അന്തിമമായ സത്യം ഇതാണ്: ഏറ്റവും ചെറിയ കണമായ അണുവും അനന്തമായ വിഭവവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അണു അത് തന്നെയാണ് വിഭു. ഇത് ശരിക്കും ഒരു തുള്ളി വെള്ളം കടലിൽ ചേരുന്നതുപോലെയാണ്. ആ തുള്ളി പിന്നെ കടലിൽ നിന്ന് വേറെയല്ലല്ലോ, അത് കടൽ തന്നെയാണ്. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ തത്വമാണ്. ശരിക്കും ഇവിടെ വിഭജനങ്ങൾ ഒന്നുമില്ല. അപ്പോ ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ്. ഇങ്ങനെ വേർതിരിവുകളൊന്നുമില്ലാത്ത എല്ലാം ഒന്നായൊരു ലോകത്ത് പിന്നെ ദുഃഖത്തിനെവിടെയാണ് സ്ഥാനം? എന്തായിരിക്കും നമ്മുടെയൊക്കെ സങ്കടങ്ങളുടെ കാരണം? ഈ ഒരു ചിന്തയോടെ നമുക്കിന്ന് നിർത്താം.